വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ എല്ലാ സമയത്തും കേൾക്കുന്ന പാരായണം ചെയ്യുന്ന സൂറ അഗലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകം ഈ സമയത്ത് ഓർത്തു പോവുകയാ. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിക വദകറ സ്മ റബ്ബി. ആ റബ്ബിനെ ഓർക്കുന്നവൻ. പലപ്പോഴും നമ്മൾ മറന്നു പോവുക പ്രിയപ്പെട്ടവരെ. ആ റബ്ബിനെ കുറിച്ചൊന്ന് ഓർക്കാൻ സമയമില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ ഓടുക. എങ്ങോട്ടാ? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ദുനിയാവാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അള്ളാഹുവിനെ കുറിച്ചോ നാളെയെക്കുറിച്ചോ ചിന്തയില്ലാതെ ദുനിയാവ് എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥ. ഇവിടെ സാറ് സൂചിപ്പിച്ചൊരു വാചകം, ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ 14 തവണ ശ്വാസമെടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ ഖുർആനിൽ തഷ്കുറൂൻ എന്ന പദം 19 തവണയാണ് വന്നത്. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ. അതിൽ 14 തവണയും അള്ളാഹു പറഞ്ഞത് ലഅല്ലക്കും തഷ്കുറൂൻ എന്നാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഒരു മിനിറ്റിൽ 14 തവണ ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ 14 തവണയാണ് പടച്ച റബ്ബ് നമ്മളോട് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 19 തവണ തഷ്കുറൂൻ എന്ന് ചോദിച്ചപ്പോ 4 തവണ അല്ലാഹു ഖലീലം മാ തഷ്കുറൂൻ, കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞടുത്ത് ഉപയോഗിച്ചെന്താ അറിയോ? നിങ്ങൾക്ക് കണ്ണ്, നിങ്ങൾക്ക് കാത്, നിങ്ങൾക്ക് ഹൃദയം അവൻ നൽകിയിട്ടുണ്ട്, കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാ. നമ്മളെ കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ ഇത്. ഇവിടെ കാണിച്ചു തന്നല്ലോ മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങള്. ആ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പം എത്രയാ? എനിക്കും നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാതെ നമ്മളെല്ലാം ഇത്രമേൽ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ആ റബ്ബിനെ കുറിച്ച് ഓർക്കാനും ആ റബ്ബിനോട് നന്ദി കാണിക്കാനും പലപ്പോഴും നമുക്ക് കാണിക്കുന്നില്ല, നമ്മൾ കഴിയുന്നില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അദ്ദേഹം മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതത്തെ ഒരു ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ പറഞ്ഞ എന്താ? കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കടിച്ചു കയറാൻ വേണ്ടി ഒരു വന്യമൃഗം ഓടി വരികയാണ്. ആ മനുഷ്യൻ ജീവനും കൊണ്ട് ഓടുകയാണ്. ആ കാട്ടിലൂടെ ഓടുമ്പോ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അവന് വീഴുകയാണ്. ആ വീഴുന്ന സമയത്ത് ആ കിണറ്റിലേക്ക് തൂങ്ങിക്കിടക്കുന്ന വേരിലൊരു പിടുത്തം കിട്ടുകയാണ്. അതിലിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. വല്ലാത്തൊരാശ്വാസം. ആ മൃഗത്തിന്റെ വായിലകപ്പെട്ടില്ലല്ലോ. വല്ലാത്ത സമാധാനത്തോടെ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോഴാണ് കുറച്ചു കഴിഞ്ഞ് താഴോട്ടൊന്നിറങ്ങി വിശ്രമിക്കാമെന്ന രൂപത്തിൽ താഴോട്ട് നോക്കുമ്പോ വലിയ വിഷസർപ്പങ്ങളാണ് താഴെയുള്ളത്. ആ മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും, ബേജാറാവും. മുകളിലേക്ക് നോക്കുമ്പോ തന്നെ കടിച്ചു കയറാൻ നിൽക്കുന്ന വാതിൽ നിൽക്കുന്ന മൃഗം, താഴെ വലിയ വിഷസർപ്പങ്ങൾ. ആ മനുഷ്യൻ ആ വള്ളി വിടാതെ അതിൽ പിടിച്ചു നിൽക്കുകയാണ്. പിന്നെ അവൻ നോക്കുന്നത് ഞാൻ പിടിച്ചിട്ടുള്ള വള്ളി എത്രമാത്രം ഉറപ്പുണ്ട് എന്നുള്ളതാ. നോക്കുമ്പോ കറുത്തതും വെളുത്തതുമായ എലികൾ ആ വേരിനെ, ആ വള്ളി അങ്ങനെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ആ മനസ്സിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് എത്രത്തോളം കൂടും പ്രിയപ്പെട്ടവരെ. ആ സമയത്താണ് ആ മനുഷ്യൻ മേലോട്ട് നോക്കുമ്പോ ഇനി എന്തെങ്കിലും രക്ഷക്ക് മാർഗമുണ്ടോ എന്ന് നോക്കുമ്പോ തൊട്ടടുത്ത മരത്തിൽ നിന്ന് ഒരു തേനീച്ചക്കൂടിൽ നിന്ന് ഉറ്റു വീഴുന്ന തേൻ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ വീഴുന്നത്. ആ തേൻ നുകരെയാണ് മനുഷ്യൻ പിന്നെ വായ കാട്ടിക്കൊടുക്കുക. വാ തുറന്നിട്ട് ആ തേൻ നുകരെയാണ്. ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ നിങ്ങൾ എന്താ പറയാ? ഒരു വലിയ വിഡ്ഢി എന്നല്ലേ? മുമ്പിൽ കടിച്ചു കയറുന്ന ഒരു മൃഗത്തെ മറന്നുകൊണ്ട്, താഴെയുള്ള വിഷസർപ്പങ്ങളെ മറന്നുകൊണ്ട്, താൻ പിടിച്ച വള്ളി ഏത് സമയത്തും മറ്റുപോകുമെന്നതിനെ മറന്നുകൊണ്ട് തേൻ തുള്ളി നുകരുന്ന മനുഷ്യനെ കുറിച്ച് ഞാനും നിങ്ങളും പമ്പൽ വിഡ്ഢി എന്ന് പറയുമെങ്കിൽ നമ്മളെ കുറിച്ചല്ലേ വിശുദ്ധ ഖുർആൻ സൂറ ആദിയാത്തിൽ പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന്. മനുഷ്യ നീ നന്ദി കെട്ടവൻ എന്ന് പറഞ്ഞ നമ്മളെ കുറിച്ചല്ലേ? എന്തേ ഇമാം ഗസാലി എന്ന് പറയുന്നത്? ആ കടിച്ചു കീറാൻ വരുന്ന മൃഗണ്ടല്ലോ, എന്താ ഖുർആൻ പറഞ്ഞത്? 32-ാം അധ്യായം സൂറ സജ്ദയിലെ 11-ാമത്തെ ആയത്ത്, വെള്ളിയാഴ്ച സുബഹിയുടെ 1-ാമത്തെ റകഅത്തില് ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത്, ഖുൽ യതവഫാകും മലകുൽ മൗത്തിൽ ലദീ വകില ബികും. നമ്മളെ പിടിക്കാൻ ഒരു മലക്ക് കാത്തിരിക്കുക.
കടിച്ചു കീറാൻ വരുന്ന മൃഗത്തെക്കാൾ അപ്പുറത്ത് നമ്മുടെ ശരീരത്തോടൊട്ടി നമ്മുടെ സമയം നോക്കി, നമ്മുടെ ഡേറ്റ് നോക്കി, സ്ഥലം നോക്കി നമ്മുടെ പിറകെ നടക്കുന്ന മലക്കുൽ മൗത്തിനെ ഞാൻ നിങ്ങളും മറന്നു പോവുക. ഒരു പേടിയില്ല നമുക്ക്. ഈ ദുനിയാവിൽ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, നാളെയെ കുറിച്ച് ബോധ്യമില്ലാതെ ഈ ദുനിയാവാണ് എല്ലാം, ഇത് കളറാക്കണം, വൈബാക്കണം, അടിച്ചു പൊളിക്കണം, ഇങ്ങനെ ജീവിച്ചാൽ നാളെയുടെ ആഖിറത്തിനെ കുറിച്ചൊരു പേടി നമുക്കില്ല. വിഷസർപ്പങ്ങളെക്കാൾ ഭയാനകമായ നരകത്തെക്കുറിച്ച് പേടിയില്ലാതെയാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമ്മൾ ആകെ പിടിച്ചു നിൽക്കുന്നത് ആയുസ് എന്ന പിടിവള്ളിയിലാണ്. ഈ പിടിവള്ളി പ്രിയപ്പെട്ടവരെ കറുത്തതും വെളുത്തതുമായ എന്ന് പറഞ്ഞത് രാവും പകലും തീർന്നുകൊണ്ടിരിക്കുക നമ്മുടെ ആയുസ്. നമ്മളിങ്ങനെ 65-ാം വയസ്സിൽ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുക, കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുക, സ്റ്റാറ്റസ് വെക്കുക. നമ്മള് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നടന്നു പോവുകയാണ്. എൻ്റെ ആയുസ് ഇവിടെ തീർന്നു പോവുകയാണെന്നൊരു പേടി എൻ്റെ നിങ്ങൾ ജീവിതത്തിലില്ല. നമ്മൾ ഈ ദുനിയാവിനെ ആസ്വദിച്ചുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ വിഡ്ഢി എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു പറഞ്ഞത് നമ്മളെ കുറിച്ചല്ലേ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ദുനിയാവിന്റെ പിന്നാലെ പായ നമ്മള് ഇതാണ് ജീവിതത്തിന്റെ എല്ലാം എന്ന് വിചാരിക്കുക. ഇതിന് പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞു. ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു ഉമ്മയുടെ വയറ്റിലുള്ള 2 കുട്ടികൾ, ആ കുട്ടികൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അതിലൊരുത്തൻ മറ്റൊരോട് പറയാ, നമ്മൾ എന്തൊരു ഭാഗ്യവാന്മാരല്ലേ, എന്തൊരു സുഖാണ് ഇവിടെ. കാരണം എന്താ, ചൂടിന്റെ പ്രയാസങ്ങളില്ല, തണുപ്പിന്റെ ബുദ്ധിമുട്ടില്ല, എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വെള്ളം, ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം, ഒരു കുഴപ്പമില്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രഷറും ഇല്ല. വളരെ ഹാപ്പിയല്ലേ നമ്മള്. ഇതന്നെയാട്ടോ നമ്മുടെ ലോകം. അപ്പൊ മറ്റവൻ പറയാണ്, ചങ്ങ ഇതൊന്നും അല്ല ലോകം, ഇനിയൊരു ലോകം വരാനുണ്ട്. ഇവിടെ നമ്മൾ പുറത്തു പോയിട്ട് ഇതിനേക്കാൾ വിശാലമായ, ഇതിനേക്കാൾ കണ്ണഞ്ചിപ്പിക്കുന്ന, ആനന്ദം നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ ലോകം വരാനുണ്ട്. അപ്പൊ മറ്റവൻ പറയാ, ഇതൊന്ന് പോയ അവിടുന്ന്, ഇതന്നെയാ ലോകം, ഈ ലോകത്തേക്കാൾ ഇനി വലിയ ലോകോ. അങ്ങനെ അവർ 2 പേരും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോഴാണ് ഈ ലോകത്തെ കാണുന്നത്. ഈ ലോകം കാണുമ്പോ അവൻ പറയാ, ഉമ്മാന്റെ ഗർഭപാത്രം എത്ര ചെറുതാണ്, എത്ര ചെറുതാണ്. ഈ ദുനിയാവ് കണ്ടപ്പോഴാണ്, ഇതിന്റെ ആനന്ദങ്ങൾ അനുഭവിച്ചപ്പോഴാണ് ഇതാണ് ലോകം. അങ്ങനെ ഈ ലോകത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ഒരുത്തം വന്ന് പറയാണ്, സുഹൃത്തെ ഇതല്ല കേട്ടോ ലോകം, ഇതേക്കാൾ വിശാലമായൊരു ലോകം വരാനുണ്ട്, ഇതെത്രയോ ചെറുതാണ്, ഇതെത്രയോ ചെറുതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കമന്റ് എന്താ പ്രിയപ്പെട്ടവരെ, ഇതന്നെയാണ് ചങ്ങായി ലോകം എന്ന് പറഞ്ഞാൽ. ഇത് കിട്ടുന്ന ജീവിതം അടിച്ചു പൊളിച്ചോ, ഐസ്ക്രീം പോലെയാണ് ജീവിതം, അലിഞ്ഞു തീരും മുമ്പേ നുകർന്നെടുത്തോ എന്ന നമ്മളോട് പറയുന്നത്. ഈ ലോകത്ത് ഉള്ളത് മുഴുവനും നുകർന്നെടുക്കാൻ, അതിനെ എത്രത്തോളം ആനന്ദമാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന തിരക്കിലാണ് നമ്മള്. പ്രിയപ്പെട്ടവരെ, നാളെ ലോകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? സ്വർഗത്തെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോ ആകാശഭൂമികളെക്കാൾ വിശാലമായ ലോകം, ഇതിനെക്കുറിച്ച് നമ്മളെപ്പോഴേക്ക് ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ? ഉമ്മയുടെ ഗർഭപാത്രത്തെക്കാൾ ചെറുതാണ് പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ്. അതുകൊണ്ടാ പടച്ചവൻ ഇടക്കിടക്ക് പറഞ്ഞത്, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇത് വഞ്ചനയുടെ, നിങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്ന ലോകമാണ്, വളരെ ശ്രദ്ധിക്കണേ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ലോകത്തെ കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടാവണം. നമ്മൾ പടച്ചവനെ മറക്കുക, ഡിസ്കണക്റ്റ് അല്ല, നമ്മള് ആ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഈ പരിശുദ്ധ റമദാൻ നമ്മൾ ജീവിക്കുമ്പോ ഇവിടെ കാണിച്ചല്ലോ അനുഗ്രഹങ്ങള്. പ്രിയപ്പെട്ടവരെ, 11 തറാവീഹിന്റെ രാവുകൾ കഴിഞ്ഞുപോയി. 11 രാവുകൾ എങ്ങനെ ഞാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത്? 11ാമത്തെ പകലിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഞാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത്? ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങൾ പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇബാദത്ത് എടുക്കാൻ പോയി, ജുമക്ക് പങ്കെടുക്കാൻ പോയി. ഈ വെള്ളിയാഴ്ച ഹറമിൽ കൂടണമെന്ന് വിചാരിച്ച ഈ കേരളത്തിൽ നിന്ന് ഉംറക്ക് വേണ്ടി പോയിട്ടുള്ള തീർത്ഥാടകർ വ്യാഴാഴ്ച ദിവസമാണ് തോയിഫിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോ ഒരു ആക്സിഡന്റിൽ മരിച്ച വാർത്ത നമ്മൾ കേട്ടത്. ഉംറക്ക പോയത് വെള്ളിയാഴ്ച ഹറമിൽ കഴിച്ചു കൂട്ടാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അമീറടക്കം 2 പേരെ പടച്ചോൻ കൊണ്ടുപോയി. എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? എന്റെയും നിങ്ങളുടെ ജീവിതം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഏത് സമയത്തും പടച്ച റബ്ബ് നമ്മളെ കൊണ്ടുപോകും. കൊണ്ടുപോകുന്നതിന് മുമ്പ്, കൊണ്ടുപോകുമ്പോഴല്ല, ഇവിടെ കാണിച്ചല്ലോ 3 കഷ്ട തുണിയിൽ വരിഞ്ഞു മുറുകുന്നത്. നമ്മുടെ ശരീരത്തിൽ വരിഞ്ഞു മുറുകുന്ന ഒരു വസ്ത്രം ഞാൻ നിങ്ങളും ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ. ടൈറ്റായ, വല്ലാതെ ഞെരുക്കമുണ്ടാക്കുന്ന ഒരു വസ്ത്രം നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല.
എന്ന നാളെ കൊണ്ടുപോകും. 3 കഷ്ട തുണിയിൽ നാഷ് എന്നാണ് മയ്യത്ത് കട്ടിലിന് കൊടുത്ത പേര്. ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, ഒരാളും ആഗ്രഹിക്കാത്തൊരു കടത്തമുണ്ട്. അതിൻ്റെ മുമ്പുള്ള ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, അള്ളാഹുവിന് ഏറെ നമ്മളെ തൃപ്തിപ്പെടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ഈ ജീവിതത്തെ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമ്മളാണ് വിജയികൾ എന്നാണ് പറഞ്ഞ ഖദ് അഫ്ലഹ മൻ തസക്ക. അവരാണ് വിജയികൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിജയത്തിന് വേണ്ടി പണിയെടുക്കാൻ കഴിയണം. നമ്മൾ ഈ ദുനിയാവിന്റെ പിന്നാലെ പായുമ്പോ നമുക്ക് ഇബാദത്തിന് പലപ്പോഴും നേരല്ല. പടച്ചോനെ മുമ്പിൽ ഒരു അറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ നമുക്ക് നേരല്ല. നമസ്കാരം കഴിഞ്ഞ ഓടെ നമ്മള് ഈ ഓട്ടം ഏതുവരെ ഉണ്ടാവും? 44-ാം അധ്യായം സൂറത്തു ദുഹാനിന്റെ 25 മുതൽ ആയത്തുകളൊന്ന് വായിച്ചു നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ. എന്താ അള്ളാഹു പറഞ്ഞത്? ഫറോവയെ കുറിച്ച് പറഞ്ഞിട്ടാ ഇവിടെയെല്ലാം എന്ന് അഹങ്കരിച്ച, ഇവിടെയെല്ലാമാണ് അഹങ്കരിച്ച. ഇപ്പൊ ചില ആളുകളൊക്കെ അഹങ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വിചാരിച്ച സമയത്ത്, ഞങ്ങൾ ലക്ഷ്യപ്പെട്ടയിടത്തേക്ക് ആ മിസൈൽ പതിക്കുകയും അയാളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന് അഹങ്കരിക്കുന്നവരുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ 44-ാം അധ്യായം സൂറ ദുഖാനില് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കം തറകൂ മിൻ ജന്നാത്തിൻ വഗയൂൻ. എത്ര തോട്ടങ്ങളാണ് ഇവിടെ ഇട്ടേച്ചു പോയത്, ഒന്നും കൊണ്ടുപോല. പ്രിയപ്പെട്ടവരെ, ഈ അഹങ്കാരമൊക്കെ ഈ ഹൃദയത്തിന്റെ മിടിപ്പ് നിന്നാൽ തീരുന്നതേ ഉള്ളൂ. പടച്ചോൻ കൊണ്ടുപോകുമ്പോ ഒരാളും നമുക്ക് വേണ്ടി കരയാത്ത, ആരെക്കുറിച്ചായി പറയുന്നത്? ആകാശലോകത്തേക്ക് കയറി പോവാത്ത, മലായിക്കത്ത് ആമീൻ പറയാത്ത, അല്ലാഹ് സ്വീകരിക്കാത്ത കർമ്മങ്ങളാണ് എൻ്റെ നിങ്ങളതെങ്കിൽ ഈ ജീവിതം വെറുതെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ മരണപ്പെടുമ്പോ നമുക്ക് വേണ്ടി സങ്കടപ്പെടാൻ ഒരാളുമില്ലാത്ത, ഒരു സൽപ്രവർത്തനമില്ലാതെ ഞാൻ നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ എത്ര വലിയ സങ്കടാണത്. ഈ റമദാനിന്റെ 1-ാമത്തെ രാവിലാണ് പ്രിയപ്പെട്ട MSMന്റെ ബേഡ്പൂർ മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. പെരുമണ്ണ സ്വദേശി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പോക്കുണ്ട്. ആ വീട്ടിൽ നിന്ന് മയ്യത്തെടുക്കുമ്പോ ആ നാട്ടുകാരും സഹപ്രവർത്തകരും സഹപാഠികളും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വന്നല്ലോ. ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിച്ചപ്പോ അദ്ദേഹത്തിന്റെ അവസാനത്തെ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നവർ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പടച്ചറബ് ആരെങ്കിലും തീരുമാനിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വെറുതെയാക്കരുത് ഈ ജീവിതം.